ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണ്. അപ്പം ചെറിയൊരു വ്ളോഗായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇന്നല്ല കേട്ടോ, ഇന്നലത്തെ ദിവസം നടന്നിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പൊന്നൂൻ്റെ പല്ല് കാണിക്കാനായിട്ട് കമ്പി ടൈറ്റ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് പണിയൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലായിടത്തും പിന്നെ NHൻ്റെയൊക്കെ പണികൾ നടക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനൊക്കെ ആയിട്ട്. എല്ലായിടത്തും ഡൈവേഷനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ്. ഇതാണ് സ്കൂളിൻ്റെ ഒരു ഗേറ്റ്, ബ്ലൂ മൗണ്ട് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള എൻട്രൻസ് അതാണ്. അപ്പോൾ ഇതുവഴി വേണം നമ്മൾ അങ്ങോട്ട് കയറാനായിട്ട്. ഇത് തോന്നയ്ക്കലാണ് കേട്ടോ സ്ഥലം. തോന്നയ്ക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമാരനാശാൻ്റെ ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. അപ്പോൾ അവിടെ അതിനടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പം നമ്മൾ സ്കൂളിൽ ഏകദേശം സ്കൂൾ വിടാനുള്ള സമയമായി തുടങ്ങിയതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ അകത്തോട്ട് പാർക്ക് ചെയ്തിട്ടില്ല. ആ വഴിയിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. കാരണം ഇവിടെ ഭയങ്കര വണ്ടികളുടെയൊക്കെ തിരക്കായിരിക്കും. ബസ്സൊക്കെ എടുക്കാനുള്ള സമയമാകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർക്ക് ഇന്ന് മൺഡേ ലാസ്റ്റ് പീരീഡ് എന്ന് വെച്ചാൽ ആക്ടിവിറ്റി പീരീഡാണ്. അപ്പോൾ ആ ദിവസം സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട്. അങ്ങനെ പൊന്നുന്ന സ്കേറ്റിംഗ് ക്ലാസ് എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ സ്കേറ്റിംഗ് കാണാനും കൂടെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നു സ്കേറ്റിങ്ങിന് ചേർന്നിട്ട് ഇപ്പോൾ ഒരു 2 months ആവുന്നേ ഉള്ളൂ. 2 months എന്ന് വെച്ചാൽ അവർക്ക് വീക്ക്ലി വൺസ് ആണ് ക്ലാസ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മൺഡേയും ആണ് ക്ലാസ് ഉള്ളത്. ഒരു ലാസ്റ്റ് പീരീഡ്. അപ്പോൾ അത്രേ ക്ലാസ് കിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ജൂലൈയിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം സ്കൂളിൽ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ ചേർന്നിട്ടുണ്ടായിരുന്നില്ല മോള്. അപ്പോൾ കഴിഞ്ഞ വർഷമേ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ കുട്ടികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വർഷം ചേർന്നിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളാണ്. ഇപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവർ നടന്നാണ് കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിനു എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് അവിടെ പഠിപ്പിക്കുന്നത്. സാറും സാറിൻ്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള 3 പേരും ഉണ്ട്. അവർ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് കൂടെ നിൽക്കും. അപ്പോൾ സാർ ഇതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻസും അങ്ങനെയൊക്കെ പങ്കെടുപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ സാറെ കീഴിലാണ് ഇവരെല്ലാവരും പഠിക്കുന്നത് കേട്ടോ. നന്നായിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ട്. പൊന്നു ഇതായി ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അതായത് ഈ വീല് ആദ്യം ടൈറ്റ് ആക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ 1 month ഒക്കെ കഴിഞ്ഞപ്പോൾ മോളുടെ ഷൂവിൻ്റെ വീല് ഇത്തിരി ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ ലൂസാക്കുമ്പോൾ അതിൽ പിന്നെ അവർ അതിലെങ്ങനെയാണോ കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ ലൂസാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൻ്റെ ഷൂ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം മോളുടെ ഷൂ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഷൂ ആണ്. ഇപ്പോൾ ബസ്സുകളെല്ലാം അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് പോകാനായിട്ട്. പിന്നെ പേരൻസ് വിളിക്കാൻ വന്ന കുട്ടികളൊക്കെ അവിടെ പാർക്കിൽ കളിക്കുന്നുണ്ട്. സ്കൂളിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു പാർക്കുണ്ട്. പിന്നെ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നല്ല സ്കൂളാണ് കേട്ടോ മോള് പഠിക്കുന്ന സ്കൂള്. അപ്പോൾ കുട്ടികളെല്ലാവരും ഇവിടെ സ്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ സ്കൂൾ വിടാറൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും പോകാനൊക്കെ ഉള്ള ഒരുക്കങ്ങളും ബാഗൊക്കെ എടുത്തൊക്കെ എല്ലാവരും റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ കുട്ടികൾ കളിക്കുന്നതും സ്കേറ്റിംഗ് ഇതെല്ലാം കണ്ടു നിന്നു. അതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് പോയത്. അപ്പോൾ മോക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ വണ്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യൂണിഫോം ഇട്ടിട്ടാണല്ലോ സ്കൂളിൽ നിന്ന് വന്നത്. അപ്പോൾ ബാഗെല്ലാം വണ്ടിയിൽ വെച്ചതിന് ശേഷം അവൾക്ക് കുറച്ച് സ്നാക്സും വെള്ളം അങ്ങനെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നേരെ വിട്ടത് പൊന്നിൻ്റെ പല്ല് കാണിക്കാനാണ്. ട്രിവാൻഡ്രത്താണ്, ബേക്കറി ജംഗ്ഷനിൽ ഡോക്ടർ ജിജീസ് $1 million സ്മൈലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് ഔട്ട് ഓഫ് സർവീസ് ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. എപ്പോഴും സ്റ്റെപ്പ് കയറി തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവളെ ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാറ്. അവിടെ അതിനുള്ള സൗകര്യം കൂടെ ഉണ്ട്. അപ്പം ഇന്ന് പൊന്നുവിൻ്റെ കമ്പി ഇട്ടതിൽ കുറച്ച് ബ്രേക്കേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറുടെ നിന്ന് കുറച്ച് വഴക്കൊക്കെ കേട്ടിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. അപ്പോൾ അവിടെ ചെന്ന് കാണിച്ചു. അതെല്ലാം ശരിയാക്കിയതിന് ശേഷം പറഞ്ഞു ഇങ്ങനെയൊന്നും ബ്രേക്കേജ് കൂടുതൽ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ കുറച്ച് കെയർലെസ് ആണ് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ ചെറിയ കുട്ടിയും കൂടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ കമ്പി ഇടുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം. അപ്പോൾ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ ഇറങ്ങി. അതിന് ശേഷം നമ്മൾ കുറച്ച് സ്വിച്ചസൊക്കെ നോക്കണ്ടായിരുന്നു. പുതിയ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ചസൊക്കെ നോക്കി. അതൊന്നും ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. കാരണം അവിടെ നിന്ന് വഴക്ക് കേട്ട വിഷമത്തിലായിരുന്നു പൊന്നും ഞാനും ഒക്കെ. അതുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. കുറച്ച് സ്വിച്ചസ് നോക്കാനും ലൈറ്റ് നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നോക്കി ഒരു ഇൻറ്റീരിയറിൻ്റെ ഷോപ്പിലൊക്കെ കയറി. അതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.